എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയ പനിയൊക്കെയാണ്, അപ്പോൾ സൗണ്ടിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് അകലെയുള്ള ഫഞ്ച ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. വ്യാഴാഴ്ചയുടെ അന്ന് രാത്രിയാണ് അന്തേട്ടൻ ഞങ്ങളോട് പറയുന്നത് നമുക്ക് നാളെ ഫ്രൈഡേ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽക്കുട്ട ഇതേപോലെ വ്യാഴാഴ്ച ആകുമ്പോഴേ ചോദിക്കും, അപ്പൂസേ നമ്മൾ നാളെ എവിടെയാണ് പോകുന്നത്, ഫ്രൈഡേ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അപ്പൂസ് അതിൽക്കുട്ടനോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം നിറയെ മലകളാണ്. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വഴിയൊക്കെ നന്ദേട്ടന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് പാടൊന്നുമില്ലായിരുന്നു. അപ്പോൾ പകൽ ഒരു 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ആ വില്ലേജിലെത്തി. അപ്പോൾ പകലുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്, രാത്രിയിലുള്ള ദൃശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ അത് കാണാനായിട്ട് എന്താ പറയുന്നത്, പകൽ കാണാൻ സത്യം പറഞ്ഞാൽ പൊതുവേ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകമൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ വില്ലേജിൻ്റെ പുറത്തുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. അതിൻ്റെ ചുറ്റിനും മലകളാണ് കേട്ടോ. മലകളുണ്ട്, അതേപോലെ വാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ തോടൊക്കെ ഉണ്ടല്ലോ, ആ തോട് ഇങ്ങനെ ഒഴുകുന്നത്, ആ തോട് ഒഴുകുന്നത് പോലെ ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു രൂപരേഖ പോലെ ഉള്ളൂ. അപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ വെള്ളമുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ അവിടെ വെള്ളമൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ ഈ വില്ലേജിനകത്ത് നാനാഭാഗത്തൂടെ ഇങ്ങനെ അവർ ചാല് പോലെ ആക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പുറത്ത് മനോഹരമാണെങ്കിൽ അകത്ത് അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്കകത്ത് കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡേറ്റ്സ് ഉണ്ടല്ലോ, കൊലകൊലയായിട്ട് വെട്ടിയിട്ട് അതിലിട്ടേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ആ വില്ലേജിൻ്റെ അകത്ത് കുറച്ച് ജീവികളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടത് നിങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദേട്ടെ അതൊക്കെ വായിച്ച് നോക്കിയാണ്. അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ അതിന് ഒരു ചെറിയ ഫീസുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആ ഫീസ് അടച്ചാലേ നമ്മളെ അവർ അകത്തോട്ട് വിടത്തുള്ളൂ. ഈ മരുഭൂമിയിൽ ഇത്ര നല്ല പച്ചപ്പും അതേപോലെ ചെടികളും, അതേപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമ്മുടെ കേരളം എങ്ങനെയാണോ അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് കോഫി ഷോപ്പുകളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നോയമ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പകലൊന്നും ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അത് തുറന്നിട്ട് ഓപ്പൺ ആയിട്ടില്ല. അപ്പം നോയമ്പൊക്കെ തുറന്നതിന് ശേഷം മാത്രമേ അവിടെയൊക്കെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വേറെ 1-2 ഫാമിലിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് നല്ല ചെറിയ കുളം പോലെയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിലാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ആ സൈഡിൽ കൂടി വേറെ ഒരു വലിയ കുടം പോലെയൊക്കെ വെച്ചിട്ട് കണ്ടോ, വെള്ളം ചാല് പോലെ ഇങ്ങനെ തിരിച്ചിങ്ങനെ വിട്ടേക്കുന്നതാണ് കാണുന്നത്. ഈ വില്ലേജിനകത്ത് ഫുള്ളും ഇങ്ങനെ പലതരത്തിലുള്ള കുടങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം പല രീതിയിൽ ഇതിലേക്കൂടെയൊക്കെ നമ്മൾ പണ്ട് വയലുകളിൽ ഇങ്ങനെ ചാല് തിരിച്ചിട്ട് വെള്ളം വെക്കത്തില്ലേ, അതേപോലെ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു വലിയ കിണർ പോലെ നമുക്ക് തോന്നും, പക്ഷേ അതും ഒരു വാട്ടർ ഫൗണ്ടനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒമാനിൽ കുറേ സ്ഥലങ്ങളിൽ നന്ദേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറഞ്ഞാൽ കണ്ണിന് നല്ല മനോഹാരിത നമുക്ക് തോന്നിക്കുന്ന അത്ര കുളിർമയേറിയ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഈ ഒമാനിൽ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ പോയൊന്ന് കാണുക. ഇത് ഫഞ്ച എന്ന് പറയുന്ന സ്ഥലത്താണ്, ഹെറിറ്റേജ് വില്ലേജ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പോയാൽ മതി. നല്ല രസമാണ്. നമ്മൾ പോകുന്നിടത്തല്ല ഇതേപോലെ അവർ എനിക്ക് തോന്നുന്നു ഈന്തപ്പനയുടെ ആ ഓല വെച്ചിട്ടൊക്കെ സെറ്റാക്കിയതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ണാടികൾ നമുക്ക് കാണാം, നമ്മുടെ ഫേസ് കാണാം. പിന്നെയെന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളെ ഇട്ടേക്കുന്നത് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ഒമാനിൽ താമസിക്കുന്നവരാരും മിസ് ചെയ്യേണ്ട, ഫഞ്ചയിലാണ് ഹെറിറ്റേജ് വില്ലേജ്. അതിമനോഹരമാണ്. നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് തന്നെ നമുക്കറിയത്തില്ല. നമ്മളൊരു കുറേ സ്ഥലത്തൂടെ നടന്നൊക്കെ പോകുന്നുണ്ട്. ലാസ്റ്റിൽ അതിൻ്റെ ഒരു തീരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ആ പോയിന്റിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കവിത എഴുതാം, അല്ലെങ്കിൽ കഥ എഴുതാം. അങ്ങനെയൊക്കെയുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒമാനിൽ കുറേ സ്ഥലങ്ങളിൽ നന്ദേട്ട കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഈ
ഫഞ്ചയിലെ ഈ സ്ഥലം. അപ്പോൾ ദേ ഈ കാണുന്നതെല്ലാം പ്രാവുകളാണ് കേട്ടോ. പ്രാവുകൾ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്താ കൂന്നിയെന്നറിയാമോ? ആ സൗണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാനായിട്ട് പറ്റത്തില്ല. എന്താ വെച്ചാൽ എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ എൻ്റെ പകുതി സൗണ്ട് മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ആ കിടക്കുന്നത് ഒരു എമുവാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ നമ്മുടെ ചെമ്മരിയാടുണ്ടല്ലോ. അപ്പോൾ ചെമ്മരിയാട് കുറച്ച് ആടുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ രോമം കട്ട് ചെയ്തെടുത്ത ആടാണ് ദേ ആ നിൽക്കുന്നത്. പിന്നെ ദേ അതിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നു. ദേ എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയേ. അപ്പോൾ വന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് നല്ല സ്നേഹത്തോടെ, എന്താ ഭംഗിയല്ലേ. സത്യം പറഞ്ഞാൽ ദേ അതിൻ്റെയൊക്കെ ആ മുഖം ഒന്ന് നോക്കിയേ, എന്താ നല്ല ക്യൂട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ജീവികളെയൊക്കെ ഇങ്ങനെ വളർത്താനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇവയെ ഓമനിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ പണ്ട് അതായത് നാട്ടിലായിരുന്ന സമയത്ത് പലതരത്തിലുള്ള ഡോഗ്സിനെ ഞാൻ വളർത്തും ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ക്യാറ്റ്സിനെ എവിടെ കണ്ടാലും എനിക്ക് ഇഷ്ടമാണ്. പറ്റുമെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഉള്ളതിനെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വളർത്തുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് പോയപ്പോഴും അവിടെ ഒരു പൂച്ച കണ്ടായിരുന്നു. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ ഇവിടുത്തെ ഈന്തപ്പനകളെല്ലാം നന്നായിട്ട് ദേ വീണ്ടും പൂത്തിട്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കായകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് സൗണ്ട് നന്നായിട്ട് ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇന്ന് ലൈവ് ചെയ്തായിരുന്നു. ലൈവ് ചെയ്ത് കുറച്ച് പകുതി പോലും എത്തുന്നതിന് മുമ്പ് അത് എനിക്കാണെങ്കിൽ ചുമ കാരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ ഇത് ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വിചാരിക്കുന്നു നാളെ സുഖം ആവുകയാണെങ്കിൽ മാത്രമേ ലൈവ് ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റന്നാളെ കാണത്തുള്ളൂ. തൊണ്ടയ്ക്ക് നല്ല റെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്നത് കണ്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും അവർ കൈവരി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ഈ വയലിലൊക്കെ ചാല് വെച്ചേക്കുന്ന കണക്കുള്ള വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സൈഡിലോട്ട് കെട്ടിത്തിരിച്ചിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയ ബാൽക്കണി പോലെയൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മരുഭൂമിയിലൊക്കെ കഴിയുന്നവർക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വെള്ളവും അതേപോലെ ഇങ്ങനെ ഒരു പച്ചപ്പും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ പഞ്ച ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. നമുക്കൊരു ഗ്രാമത്തിൻ്റേതായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപച്ചയുടെ ഒരു ഇതാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ആ കാണുന്ന അതിന് വാതി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അതിലേക്കൂടെ എനിക്ക് തോന്നുന്നു ഈ മഴ സമയത്താവാം വെള്ളമുള്ളത്. പക്ഷേ അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് നനഞ്ഞ് കുറച്ച് വെള്ളം പോകുന്നത് കാണാം. അതേപോലെ ഇതേ നമ്മുടെ മലകളും അതിൻ്റെ താഴെ ഈന്തപ്പനകളാണെന്ന് നിൽക്കുന്നത്. അതായത് നമ്മൾ കേര നീരകളാടും എന്ന് പറയത്തില്ലേ. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് പാടാൻ പറ്റുന്നില്ല. ആ പാട്ട് വേണമെങ്കിൽ ഈ ഭാഗത്ത് ഇടാൻ നമുക്ക്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന രണ്ട് ഫാമിലി ഉണ്ടായിരുന്നില്ലേ, അവർ നേരത്തെ വന്നിട്ട് ആ വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ ഇടമൊക്കെ പിടിച്ചിരിക്കുകയാണ്. അവിടെ കസേരയും അതേപോലെ തന്നെ ടേബിളും എല്ലാം ഉണ്ട്. നമുക്കവിടെ ഇരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പച്ചപ്പും ഈ മലനിരകളും അതേപോലെ നമ്മുടെ തെങ്ങുകൾക്ക് പകരമുള്ള ആ ഈന്തപ്പനക്കാടുകളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്ര പ്രകൃതി രമണീയമായൊരു സ്ഥലം സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും നമ്മുടെ ഈ ഒമാനിൽ കണ്ടിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബ് കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ മനോഹരമായ മലയും അതിൻ്റെ അടിവാരത്ത് കാണുന്ന ആ ഈന്തപ്പനക്കാടുകളും പിന്നെ ഈ കാണുന്ന പുൽത്തകിടിയും ആ മാമരങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കവികൾ പാടിയ പാട്ടാണ് ഓർമ്മ വരുന്നത്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്, കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. തൊണ്ട നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോഴും അതിൻ്റേതായ ഇതുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം തന്നെ നമ്മുടെ ലൈവിലെ ഗീതയും അതേപോലെ തന്നെ കുറേ പേരുണ്ട്. അവരൊക്കെ കേൾക്കുകയാണെങ്കിൽ, എൻ്റെ കുട്ടികളൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർ ചോദിക്കും, ചേച്ചി എന്തിനാണ് തൊണ്ട വയ്യാതെ ഈ പാട്ട് പാടിയതെന്ന് വേണമെങ്കിൽ അവർ ചോദിക്കും കേട്ടോ. എന്നാലും എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്കും അത് രണ്ട് വരിയെങ്കിലും ഒന്ന് ഒമാനിൽ ഇരുന്നിട്ട് നമ്മുടെ കവികൾ എഴുതിയ വരികളൊന്ന് പാടണമെന്ന് തോന്നി. അപ്പോൾ പാടി, എത്രയേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിത് ഈ കാണുന്ന സ്ഥലത്തുകൂടി ഇങ്ങനെ നടന്ന് കുറേ ദൂരം ഇങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും കാണുന്നത് എന്താണെന്ന് ദാ ഒരു കമ്പി പോലെ നിങ്ങൾ കണ്ടോ, നമ്മൾ നടക്കുന്നതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചാല് പോലെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നിങ്ങളെ അവിടെ താഴെ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു തരാം. അത് കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ആ സൈഡിലൊക്കെ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ദേ അവിടെ കണ്ടു 3 തത്തക്കുട്ടന്മാരിയ്ക്കുന്നു. തത്തക്കുട്ടനും പിന്നെ അതേപോലെ തന്നെ കോക്ടെയിലും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേ ഇതെല്ലാം കാണുന്ന ഈന്തപ്പന വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവർ അതായത് നമ്മൾ പണ്ട് ഓലയൊക്കെ മേഞ്ഞ് വീടുണ്ടാക്കത്തില്ലേ, അതേപോലെ അതിൻ്റെ അകത്ത് പരമ്പ് പോലുള്ള ഒരെണ്ണം എന്തോ ചുരുട്ടി വെച്ചിട്ട് അതിനകത്ത് ബൾബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തിക്കും. അത് രാത്രി നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നേരെ പിന്നെ വന്നത് ഈ കൊമ്പുള്ള ആട്, അതിന് എന്തോ പേരുണ്ട് കേട്ടോ, പക്ഷേ അതിന് പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നല്ല നീളമുള്ള കൊമ്പാണ് അതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു എമുക്കുട്ടൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു മയിൽ കയറി ഒരു പൊക്കപ്പുറത്തിരുന്നിട്ട് അപ്പുറത്തെ മതിലിൽ ഇരുന്നുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്ന ആട്ടുകുട്ടന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ആൺമയിലാണെന്ന് തോന്നുന്നു. നിൽക്കുന്നത് ഒരു പെൺമയിലാണ്. പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കഴുത്തൊക്കെ നീട്ടി ഇങ്ങനെ വിശാലമായിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ മഴമേഘങ്ങൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ കാണുന്ന മയിൽ നന്നായിട്ട് ചിലപ്പോൾ നൃത്തം വെച്ചേനെയായിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല മയിലിങ്ങനെ പീലിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ആടുന്ന ആ ഒരു മനോഹാരിത ഒന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ നല്ലതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഗംഭീരമായിരിക്കും. അപ്പം ഈ എമുക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നു. അപ്പം കുട്ടികൾ എന്നോട് പറഞ്ഞു, അമ്മയെ അടുത്തോട്ട് പോലെ ചിലപ്പം അത് കൊത്താനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടോ. അപ്പം ഒരു ചെറിയൊരു പേടി കാരണം ഞാൻ അവിടേക്ക് ഒന്ന് നിന്നിട്ട് ഇനി പോരുന്നു. ഇനി കൊത്ത് കിട്ടിയിട്ട് ഒന്നാമത് തന്നെ സുഖമില്ല, ഇനി അതിൻ്റെ കൊത്തും കൂടെ കിട്ടിയിട്ടുള്ള കാര്യം ഓർത്താലൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം കറങ്ങിയൊക്കെ നിന്നിട്ട് വീണ്ടും ഞാനും നന്ദേട്ടനും കൂടെ വേറെ ഒരു ഭാഗത്തൂടി ഇങ്ങനെ ഇറങ്ങി. അന്നേരത്തേക്ക് പോകുന്ന ആൾ കണ്ടോ, അവിടെയൊക്കെ ലൈറ്റ് ഇടാനായിട്ട് പോയതാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. ഞാനും നന്ദേട്ടനും കൂടെ കയറി ഈ സ്റ്റെപ്പെല്ലാം കയറി വേറൊരു ഭാഗത്തൂടി അതിൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു വിശിഷ്ട അതിഥി അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം. അപ്പം എനിക്കൊരു അപ്പച്ചിയുണ്ട് കേട്ടോ. അപ്പച്ചിയാണെങ്കിൽ പറയും, കൊല്ലത്താണ് അപ്പച്ചിയുടെ വീട്, എവിടെ ചെന്നാലും അവൾ ചെല്ലുമ്പോൾ ഒരു പൂച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഞാൻ എവിടെ ചെന്നാലും അപ്പച്ചിനെ പെണ്ണെന്നൊക്കെയാണ് വിളിക്കുന്നത്. പെണ്ണ് എവിടെ ചെന്നാലും അവിടെ ഒരു പൂച്ച കാണും എന്നാണ് പറയുന്നത്. അപ്പം കുട്ടികളൊന്നും സാധാരണ അങ്ങനെ പിടിക്കാറില്ല. പക്ഷേ ഇന്നെന്തോ അവർക്ക് ആ പൂച്ചക്കുട്ടിയെ കണ്ടപ്പം അതിൽ കുട്ടരുമൊക്കെ ഒന്ന് തടവി. അതേപോലെ ഐശ്വര്യ പൂച്ചയൊന്നും പിടിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഒന്ന് തൊടും. പിന്നെ അവിടെ തന്നെ കൈയൊക്കെ കഴുകാനായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് സോപ്പ് വേണമെങ്കിലോ വെള്ളം ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടതല്ലേ, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ ആ പൂച്ചയെന്ന് പിടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് കൈയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് തന്നെ പോയത് കേട്ടോ. എനിക്ക് ആ പൂച്ചക്കുട്ടനെ വിട്ടിട്ട് പോകാനേ തോന്നുന്നില്ലായിരുന്നു. അതുമാത്രമല്ല അവൻ ഞങ്ങളെ കണ്ടിട്ട് നല്ല കളിക്കാനൊക്കെ തുടങ്ങി. ഫുഡ് പകൽ കിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലും രാത്രിയായിട്ടല്ലേ അതെല്ലാം അവർ തുറക്കത്തുള്ളൂ, ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അതിന് നന്നായിട്ട് വിശന്നിട്ടുള്ള ക്ഷീണമാണെന്ന് തോന്നുന്നു ആ പൂച്ചക്കുട്ടിക്ക്. അങ്ങനെ ഞാനവിടെ കുറേ നേരമൊക്കെ നിന്നു. പിന്നെ ജസ്റ്റ് ആദ്യമേ ഒന്ന് തടവിയൊക്കെ നോക്കി കേട്ടോ. പിന്നെ പെതുക്കെ ഞാൻ അവനെ ഒന്ന് പൊക്കി നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അവനെ ഒന്ന് എടുത്തു വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങളിൽ ചിലർക്കൊന്നും പൂച്ചകളെ ഇഷ്ടമല്ലായിരിക്കും അല്ലേ, പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചയും പട്ടികളെയും കിളികളെയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന മിക്ക പൂച്ചകളായാലും അതേപോലെ മിക്ക പട്ടികളായാലും എന്നെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സ്നേഹം അവർക്കും തോന്നും എനിക്കും തോന്നും കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും തള്ളുന്നതാണെന്ന്, പക്ഷേ തള്ളുന്നതല്ല, ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടൻ സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ താഴെ കാണുന്ന ഒരു ചാല് പോലുള്ള സംഭവം കണ്ടോ, അതിനകത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം നിറച്ച് മീനുകൾ. നമ്മുടെ നാട്ടിൽ പറഞ്ഞാലും ഈ മാനത്തണിയല്ല, പക്ഷേ വേറൊരു സൈസ് പൊത്തേന്ന് പറഞ്ഞാൽ അത് ഇലയുടെ അടിയിരിക്കുന്നില്ലേ, അതിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സൈസ് മീനുകളുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണാൻ പറ്റുമോ നിങ്ങൾ നോക്കിക്കോളൂ, എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അബുദാബിയിലൊക്കെ ഇപ്പം എന്തോ ബോംബൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത അറിയുന്ന നിമിഷമാണ്. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് സ്വന്തം നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട് നമ്മുടെ പെറ്റമ്മ തന്നെയാണ് അല്ലേ. അപ്പോൾ എവിടെ പോയാലും നമ്മുടെ നാട് പോലെ ഒന്നും ആവില്ല.
പക്ഷേ എന്നിരുന്നാലും നമ്മൾ എവിടെയാണോ അവിടെ ചെല്ലുമ്പം അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോവുക. പിന്നെ ഈ പച്ചപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണണം. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും 12:30 ഒമാനിലെ 12:30 നാട്ടിലെ അന്നേരം 1:30 അല്ലെ 2 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ കയറി നമ്മുടെ കൂടെ കുറേ പേരുണ്ട് നമ്മുടെ കൂടെ കൂട്ടാവുക. അപ്പോൾ നമ്മൾ കൂടുതലും കുസൃതി ക്വസ്റ്റ്യനും അതേപോലെ GK ക്വസ്റ്റ്യന്, അതിൻ്റെ ഇടയ്ക്ക് കഥകളെ, പാട്ട്, പിന്നെ അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 2 മണിക്കൂർ എൻജോയ് ചെയ്താണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളുടെ ലൈവിൽ വരിക. അപ്പോൾ ദേ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇതാണ് നേരെ നമ്മൾ താഴെ വന്നതിന് ശേഷം ആ പറഞ്ഞ തോട് പോലുള്ള സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലം. എന്നിട്ട് ദേ അതിൻ്റെ ആ മുകളിലത്തെ ഒരു കെട്ടിൽ കയറി ഇങ്ങനെ കസേരയൊക്കെ എല്ലായിടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനപ്പോൾ അതിൻ്റെ താഴെ ഒരു കസേര കിടന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു പ്രകൃതി രമണീയം അതൊക്കെ ഒന്ന് അതിൻ്റെ ആ മനോഹാരിത ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു പേപ്പറും പേനയൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വരി കവിതയൊക്കെ എഴുതായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ മലകളും കൂടുതലും മലകളാണുള്ളത് കേട്ടോ ഒമാനിൽ. അപ്പോൾ ആ മലയുടെ അടിവാരത്തുള്ള കടലുകളൊക്കെ കണ്ടിട്ട് 2 വരി എഴുതിയതാണ്. പക്ഷെ തൊണ്ട ശരിയാവുന്നില്ല. എന്നാലും ഞാൻ 2 വരി ഒന്ന് പാടാം കേട്ടോ. അകലേ ഒരു മലയുണ്ടേ, മലയോരത്തായി കടലുണ്ടേ, കടൽ നിറയെ തിരയുണ്ട്, തീരത്തെ പുൽകാറുണ്ട്, തിരയും ആ തീരവും കൂടി പുണരാറുണ്ടേ, വാരി പുണരാറുണ്ടേ. അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരമൊക്കെ നന്നായിട്ട് ഇരുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇരുട്ടിയില്ല, ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ദേ ആ പൂച്ചക്കുട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി താഴെ പോയിട്ടുണ്ട്. അപ്പം വാങ്ങുവിളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒക്കെ നോമ്പ് തുറക്കാൻ തുടങ്ങി. ആ സമയത്ത് അവനും വിശക്കുന്നുണ്ടായിരിക്കും. അവൻ ഫുഡിന് വേണ്ടിയിട്ട് താഴേക്ക് പോയതാണ് കേട്ടോ. ഈ കാണുന്ന അരളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ കായ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മരിക്കുമെന്ന്. ഈ അരളി പണ്ട് അമ്പലങ്ങളിലെല്ലാം എൻ്റെ അമ്പലത്തിൽ, തൃക്കോയ്ക്ക് അമ്പലത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ അരളിക്ക. ഒരാൾ അരളിക്ക കഴിച്ച ചരിത്രവും എനിക്കറിയാം. എന്നിട്ട് എന്തോ സീരിയസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വിഷമുള്ള ഒരു ചെടിയാണ്, അതിൻ്റെ കായാണ്. ഈ പൂ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഹ്ലാദം. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു അരളിപ്പൂ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഈ കാണുന്നത് കേട്ടോ. അല്ലാതെ അഹങ്കാരമല്ല കൂട്ടുകാരെ, ആഹ്ലാദം കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ പാടിയ കണക്ക് എന്താണ്, പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അത്രത്തോളം എനിക്ക് പാടാൻ പറ്റുന്നില്ല. പകുതി സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇങ്ങനെ പാടുന്നതെന്ന്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നവരെ കാണത്തില്ല, ഞാൻ എന്നെ അറിയില്ല, ഞാൻ അതിനോടങ്ങ് ലയിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയില്ല, അവിടെയൊക്കെ വെച്ച് ഞാൻ ഉറച്ചങ്ങ് പാടും, ചിലപ്പോൾ അവിടെ നിന്ന് ഞാനൊന്ന് കറങ്ങും. അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ നന്ദേട്ട എന്നോട് ചോദിക്കും നിനക്ക് എന്താണ് വട്ട് പിടിച്ചോ എന്ന് ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. അത് എനിക്കും അറിയില്ല കൂട്ടുകാരെ. നമ്മളെന്തിനാണ് മസിൽ പിടിച്ച് ഭയങ്കര സംഭവമാണ് ഞാനെന്ന ഭാവമൊക്കെ നടിച്ച് ജീവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെയല്ല. ഉള്ള സമയം നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ, അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നല്ല കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളെങ്ങനെയാണ്? ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓ ജാടയാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ പാവമാണ് കേട്ടോ. നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കാറുണ്ടായിരിക്കും ചിലപ്പം, പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ പാവമാണ്. അപ്പം അങ്ങനെ മനസ്സ് ശുദ്ധമായവർക്ക് മാത്രമേ എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ പറ്റൂ, ജീവികളെ സ്നേഹിക്കാൻ പറ്റൂ അല്ലേ. ഇപ്പോൾ ഒരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് പാടാൻ തോന്നും. ഒരാൾക്ക് ഇഷ്ടം കൊണ്ടല്ലേ ഒന്ന് പാടാൻ പറയുന്നത്, അപ്പോൾ 2 പേര് പാടാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ആ മനസ്സിലേക്ക് തോന്നുമ്പം അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ടാൽ എന്താണെന്നൊന്നും പറയാതിരിക്കുക, എന്നൊന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമാണെങ്കിൽ ഡാൻസ് കളിക്കുക. പിന്നെ അതേപോലെ പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് പാടുക. നിങ്ങൾക്കൊരു പെറ്റിനെ മേടിച്ച് വളർത്താൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിനിടയിൽ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ ആ കിട്ടുന്ന സമയത്ത് ആവോളം അനുഭവിക്കുക കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്.
സത്യം പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഇത്രയും ഇതായിട്ട് സൗണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. എന്താ വെച്ചാൽ അതൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിലിരുന്ന് എല്ലാവർക്കും വിഷമമായി. അവരും പറഞ്ഞു ചേച്ചി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എല്ലാവരോടും സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് അത്രത്തോളം സ്നേഹമുണ്ടല്ലോ എന്ന് എനിക്ക് എത്ര ഓർത്തിട്ടും അങ്ങ് ഭയങ്കര സന്തോഷമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ സന്തോഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ നേരത്തെ കണ്ടത് കണ്ടോ, ഞാൻ ഒരു തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത്. അവിടെ കുറേ എന്തോ പഴയ തവികളോ പാത്രങ്ങളോ എനിക്കറിയില്ല, കുറേ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഉമ്മക്കുട്ടിയായിട്ട് അടുക്കളയിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ആ വില്ലേജിൽ കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ കാണാൻ നല്ല ലൈറ്റൊക്കെയുള്ള നല്ലൊരു സംഭവം. എന്നാൽ അവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ കോഫി ഷോപ്പുകളെല്ലാം തുറന്നു. അപ്പോൾ നന്ദേട്ടി ചോദിച്ചു കോഫി കഴിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് അതേ കൂട്ടൻ ഇന്നലെ പ്രോമിസ് കൊടുത്തതാണ്, അവന് KFC വേണം, ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മാൾ ഓഫ് മസ്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അവന് അതൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം നമ്മളിവിടുന്ന് കോഫിയോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ വരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇന്നലത്തെ ആ വെള്ളിയാഴ്ച അന്ന് വളരെ മനോഹരമായിരുന്നു. കണ്ണിന് കുളിർമയേറിയ മനസ്സിന് ആനന്ദം നൽകുന്ന സന്തോഷമായ കുറേ മണിക്കൂറുകൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചു. ഇത് പുറത്തേക്ക് വരുമ്പോഴുള്ള അതിൻ്റെ ഒരു കാഴ്ചയാണ്. ആ ലൈറ്റും ഒക്കെ ആയിട്ട് കുറച്ച് മങ്ങലുണ്ട്, അതെനിക്കറിയാം. നിങ്ങളെന്നാലും അതൊക്കെ ക്ഷമിക്കുക. ഈ വീഡിയോയിലുള്ള എൻ്റെ സൗണ്ടിൽ വരുന്ന കുറച്ച് വിഷമങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകും. എങ്കിലും അതെല്ലാം നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കുക. അപ്പോൾ ഈ ഒമാന് വരുന്ന വഴിക്ക് കുറേ ചട്ടിയും പാത്രങ്ങളും ഒക്കെ ഉള്ള കടയാണത് കേട്ടോ. ഉണക്കമീനൊക്കെ നെത്തോലിയൊക്കെ അവിടെ ഉണ്ട്, ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം എന്താണ് പറയുന്നത്, അപ്പോൾ എന്തായാലും ഇന്നലെ അതിമനോഹരമായ ഒരു ദിവസമായിരുന്നു. ഇതാണ് വാളയുണ്ട്, കൊഞ്ചുണ്ട്, ഉണക്കക്കൊഞ്ചാണ്. ഈ കാണുന്നതെല്ലാം ഉണക്ക നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒമാനിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും കാണുക, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ് ചെയ്യുക. അതേപോലെ സമയമുള്ളവരെല്ലാം നമ്മുടെ ലൈവിൽ വരാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈവിൽ വരിക. പിന്നെ വേറെ എന്താണ്, നമ്മൾ മാൾ ഓഫ് മസ്കറ്റിലെത്തി. അപ്പോൾ അവിടെ ട്രെയിനുണ്ട്, ബസ്സുണ്ട്. അപ്പോൾ എന്താണോ എന്തോ അതിൽക്കൂട്ടെ ഇതിലൊന്നും കയറണമെന്ന് പറഞ്ഞില്ല. അപ്പം ചില സമയത്ത് അവനങ്ങനെ കയറണമെന്ന് പറയാം. അവൻ ഈ ബസ്സിലൊക്കെ കയറ്റാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. അപ്പോൾ KFC ഒക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് നന്ദേട്ടൻ പോയി ഓർഡറൊക്കെ ചെയ്തിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. എല്ലായിടും നല്ല പച്ചപ്പ് നിറയാണ്, ചെടികളും പൂക്കളും ഒക്കെ വെച്ചിട്ട്. അപ്പം നല്ല രസമാണ് നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ തന്നെ നമ്മുടെ KFC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആഹാര സാധനങ്ങളെല്ലാം വന്നു. പിന്നെ മിറിണ്ടയാണെന്ന് തോന്നുന്നു, ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കുറേ നേരത്തെ പോയത് കാരണം അവിടെ എത്തിയപ്പോഴത്തേക്ക് 8 മണിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ.